നമുക്കൊന്ന് KLF കാണാൻ പോയാലോ? KLFനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആണ് കേട്ടോ. പക്ഷെ കഴിഞ്ഞ മുന്നത്തെ വർഷങ്ങളൊന്നും ഉള്ളതിനെക്കാട്ടിലും തിരക്ക് ഇത്തവണ ഉണ്ടായിരുന്നു. ഇതിപ്പോ KLF കാണാൻ വന്നാണോ അതോ KLF കാണാൻ വന്നവരെ കാണാൻ വന്നാണോ നമുക്ക് ശരിക്കും തോന്നും. പിന്നെ കുറെ ഫുഡ് സ്പോർട്സും ഉണ്ട്. മെയിൻ ആയിട്ട് ഇത്ര തിരക്ക് കൂടാൻ കാരണം സുനിത വില്യംസ് ഉള്ളതുകൊണ്ട് തന്നെ കേട്ടോ. കുറെ സ്ക്രീനിൽ കാണിച്ചിരുന്നെങ്കിലും ഞാൻ അടുത്ത് പോയിട്ട് ഇത്ര അടുത്തുനിന്ന് എനിക്കൊന്ന് ജസ്റ്റ് കാണാൻ പറ്റി. അത്ര ആൾക്കാരായിരുന്നു സുനിത വില്യംസിനെ കാണാൻ വേണ്ടി വന്നത്. ഭയങ്കര ക്രൗഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും. ഈ ഒരു ഐറ്റം നല്ല അടിപൊളിയായിരുന്നു. ഈ ഒരു കളർഫുൾ ആയിട്ട് ഇതെന്റെ ഫ്രണ്ട് പ്രയാഗ്. നമുക്ക് ഈ ബാഗ് വന്നതോടുകൂടി നമ്മൾ പിന്നെ മെയിൻ ആയി. പിന്നെ നമ്മൾ തന്നെ ഡെലിഗേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ബാഗും വെച്ച് നടന്ന് ആർക്കും മനസ്സിലായില്ല. പിന്നെ ഇതാ ഫേസ് പെയിന്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ട്. ചിത്രം വരയ്ക്കാൻ പറ്റും, കാരിക്കേച്ചർ ഒക്കെ. പിന്നെ ഇതാ അങ്ങനെ ലൈറ്റ് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം. പിന്നെ കുറെ ഫ്ലീ മാർക്കറ്റ്സ് നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം, ജേർണൽസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ കയ്യില്ലാത്തവർ ആ ഭാഗത്ത് കൂടെ ഒന്നും പോയതേ ഇല്ല. അതൊക്കെ പൈസക്കാർ വാങ്ങിച്ചോട്ടെ. പിന്നെ എന്താണെന്നറിയോ, ഫോണിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റില്ല. ആകെ എന്റെ ഫോണിൽ മാത്രമേ റേഞ്ച് ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് നമുക്ക് അതിലുണ്ടായിരുന്നു. എന്തോ അപ്പത്തെ ആഗ്രഹത്തിന് ഞങ്ങൾ അറിയാണ്ട് വാങ്ങിച്ചു വെച്ചാണ് ഈ ഒരു സംഭവം. ആൾക്കാർ ശ്രദ്ധിക്കുന്നൊക്കെ കരുതെങ്കിലും ഇത്രയ്ക്ക് ശ്രദ്ധിക്കുന്ന ഞങ്ങൾ ശരിക്കും വിചാരിച്ചില്ല. കുറെ കമന്റ് അടി വരെ കിട്ടി. ഇതെടുത്ത് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്ത് പോയപ്പോൾ ആൾക്കാർ ചോദിച്ചെന്തോ പബ്ലിക് റിയാക്ഷൻ ഒക്കെയാണ്. ആരോ പറയുന്നുണ്ട് അവരെന്തോ പബ്ലിക് റിയാക്ഷൻ ആണ്, വലിയ എക്സ്പ്രഷൻ ഒന്നും ഇടണ്ടെന്നൊക്കെ. പക്ഷെ ഞങ്ങൾ വിചാരിച്ചെന്നറിയാം, ജോബ് കുര്യയുടെ പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പൊ ജസ്റ്റ് ഒന്ന് മിന്നി കത്തിക്കോട്ടെ. എന്തായാലും പ്രോഗ്രാം തുടങ്ങുമ്പോൾ 9 മണിയാവുമല്ലോ. അപ്പൊ ആ ഗ്യാപ്പിൽ ജസ്റ്റ് ഒന്ന് സംസമ്മ പോയൊരു മന്തി കഴിച്ചു വരാന്ന് വിചാരിച്ച് ഞങ്ങൾ ഒന്നിറങ്ങിയതാ. മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ ആടിപ്പാടി വന്നപ്പോഴത്തേനും ജോബ് കുര്യയുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു പോയത്രേ. ഞങ്ങൾ അറിഞ്ഞു പോലും ഇല്ല. ഞങ്ങൾ വിചാരിച്ച പ്രോഗ്രാം തുടങ്ങാത്തതാണെന്ന്. എന്തായാലും ആകെ കൂടെ വന്നത് ജോബ് കുര്യന്റെ ഒരു പ്രോഗ്രാം കാണാനാ. ഇതിപ്പോ നമ്മളെന്തോ സംസമ്മ പോയി മന്തി തിന്നാനും സുനിത വില്യംസിനെ കാണാനും മാത്രമേ പറ്റുള്ളൂ. എന്നാലും ഞങ്ങൾ ഇത്തവണത്തെ KLF കൃതാർത്ഥരാണ്.